ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് സർഗം കിച്ചണിൽ പൈനാപ്പിൾ കൊണ്ട് ഈസി ആയിട്ട് ഒരു വൈൻ തയ്യാറാക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ചെയ്യാം. 15 ദിവസം മതി. നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കുകയും ചെയ്യാം. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഒരു പൈനാപ്പിൾ സീസണിൽ നമുക്ക് പൈനാപ്പിൾ വാങ്ങിച്ചു കഴിഞ്ഞ് ഇത് നല്ലോണം കഴുകണം. ഇതിപ്പോൾ 3 ഇങ്ങനെ ടിപ്പുണ്ട്. ഇത് കുഴിച്ചിട്ടാലും പൈനാപ്പിൾ ഉണ്ടാവും. നല്ല തൈയായിട്ട് 3 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലോണം കഴുകി നല്ലോണം ബ്രഷ് എഴുതി കഴുകി ഉണക്കി തുടച്ചതാണ് പൈനാപ്പിളിനത്. എന്നിട്ട് വേണം നമ്മൾ വൈൻ കെട്ടാനായിട്ട്. വൈൻ കെട്ടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു തരി വെള്ളം പാടില്ല. നല്ലോണം തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കി കഴുകിയെടുത്ത പൈനാപ്പിളാണത്. അതുപോലെ തന്നെ പഞ്ചസാര 1 കിലോ എടുത്തുണ്ട്. ഇത് സൂചി ഗോതമ്പ് 25 ഗ്രാം, ഒരു ചെറിയൊരു കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കായ. പിന്നെ ബെരണി ഞാൻ എടുത്തുള്ളത് ഇന്നലെ തന്നെ ചൂടുവെള്ളത്തിൽ കഴുകി നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയ ബെരണിയാണിത്. അപ്പം നമ്മൾ ബെരണി എടുക്കുമ്പോൾ വൈൻ കെട്ടണമെന്ന് വെച്ചാൽ വൈൻ കെട്ടാൻ മാത്രമായിട്ട് ആ ബെരണി ഉപയോഗിക്കണം. പിന്നെ 1.5 ലിറ്റർ വെള്ളം തിളപ്പിച്ച് നല്ലോണം ചൂടാറിയ വെള്ളമാണ് എടുത്തുള്ളത്. അതുപോലെ ഈസ്റ്റ് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണിത്. കാരണം പെട്ടെന്ന് തന്നെ ആവും. നമ്മൾ സാധാരണ നാട്ടിൽ കിട്ടുന്ന ഈസ്റ്റാന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളത്തിൽ പഞ്ചസാര കൂടി ഇട്ട് വെക്കണം. എന്നിട്ട് വേണം ചേർക്കാനായിട്ട്. ഈ സൂചി ഗോതമ്പ് ഒരു 25 ഗ്രാം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കിഴി കെട്ടിയിട്ട് നല്ല ലൂസായിട്ട് വേണം കെട്ടാനായിട്ട്. ഈ സൂചി ഗോതമ്പാണ് കെട്ടിയുള്ളത്. ഇനിയിപ്പം ഞാൻ ഈ നേരത്തെ പൈനാപ്പിൾ അതിൻ്റെ തല ചെത്തി ഇനി ഇങ്ങനെ ബാക്കും ചെത്തിയിട്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്യാം. വല്ലാണ്ട് മുള്ളൊന്ന് പോയാൽ മതി. അത്രയധികം പോകേണ്ട കാര്യമില്ല വൈൻ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എൻ്റെ പൈനാപ്പിളിൻ്റെ മൂക്ക് എന്ന് പറയില്ല, ഞെട്ട് ഈ ഭാഗമൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇത് വല്ലാണ്ട് മുള്ളുള്ളതൊന്ന് ചെത്തിക്കളയാം, അത്ര ചെയ്താൽ മതി. ഇതിങ്ങനെ ചെത്തിയാൽ മതി. പോലെ ചെത്താം. വലിയ ഇങ്ങനെ മുള്ളും പോലത്തെ നിൽക്കുന്നത് ചെത്തി കളയണം, അത്രേ ചെയ്താൽ മതി. ഇത് നല്ലോണം കഴുകിയുണ്ട്. അങ്ങനെ നമുക്ക് ചെറുതായിട്ട് മുറിച്ചിടുകയും ചെയ്യാം. മുള്ളു ചെത്തിയില്ലെങ്കിലും വിരോധമൊന്നുമില്ല. ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ മുറിക്കാം. ഇത് ജസ്റ്റ് മിക്സിയിലൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. മിക്സി തുറന്ന് മിക്സിയൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. ഒരു തരി വെള്ളം ഒന്നും പാടില്ല. പൈനാപ്പിളിൻ്റെ വെള്ളം മാത്രമേ പാടുള്ളൂ. അങ്ങനെ ചെയ്തെടുക്കാം. മാറ്റാം. അതുപോലെ തന്നെ എല്ലാ പൈനാപ്പിളും ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പൈനാപ്പിളിൻ്റെ സീസണിലൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ അധികം വൈനായിട്ട് കെട്ടാം. ഇതിപ്പോൾ ചെറിയ ബെരണിയാണ്. നമ്മൾ ബെരണിയിൽ കെട്ടുമ്പോൾ 3/4 ഭാഗം മാത്രമേ അതിൽ പാടുള്ളൂ.
പിന്നെ നമുക്ക് വെള്ളം ഈസ്റ്റായിട്ട് പതച്ച് പൊന്താൻ വേണ്ടി അതിന് സ്പേസ് വേണം. അപ്പോൾ നമ്മളെല്ലാ പൈനാപ്പിളും ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ ജാറിൽ വെച്ചത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒരു വെള്ളം ഒന്നും ചേർക്കരുത്, ജസ്റ്റ് അതിൻ്റെ ഒരു ഇത് ഇതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് ക്രഷ് ചെയ്താൽ മതി, അങ്ങനെ അല്ലാണ്ട് ജ്യൂസ് ആവണമെന്നില്ല. അടിക്കാണ്ടും നമുക്കിത് ഇടാം, ഇത്തിരി ചെറുതാക്കി നുറുക്കണം എന്നുള്ള. ഇതിൽ നമ്മൾ വലിപ്പം കൂടിയത് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് ഒന്നും കൂടി എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒരു അടി അടിക്കാം. അടിച്ചതിൻ്റെ ഇടയിൽ വലുത് പെട്ടുപോയതാ, അടിയാണ്ട് വെള്ളം ചേർക്കാത്തായിരുന്നു, അടിയാത്തിരി വിഷമമുണ്ട്. പൈനാപ്പിൾ ആയാലും പെട്ടെന്ന് തന്നെ ജ്യൂസ് ഇതിൽ നിന്ന് ഇറങ്ങും. നമ്മൾ നമ്മുടെ പൈനാപ്പിളൊക്കെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചതിനത് അത് വേണം നമുക്ക് ചേർക്കാനായിട്ട് ഭരണിയിലേക്ക്. ആദ്യം നമുക്ക് ഭരണി എടുത്ത് ഈ ക്രഷ് ചെയ്ത പൈനാപ്പിൾ ചേർക്കാം. പിന്നെ ഇത് മുഴുവൻ ചേർക്കാം. ക്രഷ് ചെയ്ത് കാരണം പെട്ടെന്ന് തന്നെ വൈൻ തയ്യാറാക്കും. ഒരു 15 ദിവസം മതി പൈനാപ്പിൾ വൈൻ തയ്യാറാവാൻ. നമ്മൾ ഇതെല്ലാം ചെയ്ത് കെട്ടി വെക്കണം, ഒരു 15 ദിവസം കെട്ടി വെക്കണം. പിന്നെ ഒന്നരാടം നമ്മൾ ഇളക്കും വേണം, ഒരേ സമയത്ത് ഇളക്കാൻ ശ്രദ്ധിക്കണം. 1 കിലോ പഞ്ചസാര, പിന്നെ ഇത് പട്ട ചെറിയ കഷ്ണം, ഗ്രാമ്പു, ഏലക്കായ 3, പട്ട ഒന്നും കൂടി പൊട്ടിച്ചിടാം. പിന്നെ ഈസ്റ്റ്, തിളപ്പിച്ചാറിയ വെള്ളം, തിളപ്പിച്ച് ചൂടാറിയ വെള്ളം വേണം എടുക്കാനായിട്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി ഇതൊന്ന് കെട്ടിവെക്കുക. ഇനി എല്ലാ ദിവസവും ഒന്നരാടം നമ്മളിതൊന്ന് ഇളക്കണം. ഒരു ഇരുണ്ട സ്ഥലത്ത് വേണം കെട്ടിവെക്കാനായിട്ട്. പിന്നെ എന്നും ഒരേ സമയത്ത് ഇളക്കും വേണം. എന്നിട്ട് നമുക്ക് സൂചി ഗോതമ്പ് കിഴി കെട്ടിയത് അതും ഇതിലേക്ക് കിഴിയോട് കൂടിയിട്ട് തന്നെ ഇടാം. ഇട്ടൊന്ന് ഇളക്കാം. എന്നിട്ടിത് തുടച്ച് ഇതിലേക്കിട്ട് പിന്നെ തുണി കൊണ്ടൊന്ന് കെട്ടാം. ഈ 15 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇത് നോക്കാം. അപ്പം നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ടാവും. ഒരു ഇരുണ്ട സ്ഥലത്തായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒന്നരാടം ഇളക്കും വേണം, ഒരേ സമയത്ത് ഇളക്കാൻ ശ്രദ്ധിക്കും വേണം.
അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വൈൻ റെഡിയാവും. 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 15 ദിവസം നല്ല ബരണിയിൽ നല്ലോണം കെട്ടി വെച്ചതിന് പിന്നെ 1-2 ദിവസം നമ്മൾ ഇളക്കിയിരുന്നു. അങ്ങനെ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, മട്ടൊക്കെ കൂടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. പൈനാപ്പിളിൻ്റെ കൊറ്റനൊക്കെ അങ്ങനെ അടിക്ക് പോയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇത് നമ്മൾ നേരത്തെ ഇങ്ങനെ ഗോതമ്പ് കിഴി വെച്ചത് അത് ആദ്യം മാറ്റാം. പിന്നെ ഇതൊക്കെ നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് ആക്കിയ കാരണം പെട്ടെന്ന് തന്നെ ഇത് വൈനായിക്കോളും. ഇതുണ്ടെങ്കിൽ നമുക്കിനി അരിപ്പിയും കുപ്പിയും ഒക്കെ നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഉള്ള കുപ്പികളും ഇതൊക്കെയാണ്. നമുക്ക് മരക്കൈയിൽ കൊണ്ട് തന്നെ ഇതിങ്ങനെ ഒഴിക്കാം. നമ്മുടെ പൈനാപ്പിൾ വൈൻ ഇനി ഒന്ന് തെളിയേണ്ട താമസമുള്ളൂ. ഇത് അരിച്ച് കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് നല്ലോണം തെളിച്ചത്തിൽ കിട്ടും. മട്ടൂറിയിട്ട് നല്ലോണം തെളിഞ്ഞ് കിട്ടും. അപ്പം നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് കലങ്ങിയ പോലെ ഇരിക്കുക. കാരണം ഒരു മാസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഇപ്പം 2 ആഴ്ച, ഒരു മാസം ഇല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് തെളിയും. നമുക്കത് കണ്ടറിയാം. ഇങ്ങനെ കൊറ്റങ്ങനെ മുറ്റിടും. പാത്രവും കുപ്പിയും അരിപ്പയും ഒക്കെ അങ്ങനെ ഉണങ്ങിയതായിട്ടിരിക്കണം. തീരെ വെള്ളം നനവ് പാടില്ല. അപ്പോഴാണ് ഈ വൈൻ പെട്ടെന്ന് നാശമാവണം. അല്ലെങ്കിൽ പിന്നെ അത് കേടാവാണ്ട് ഇങ്ങനെ ഇരുന്നോളും. പഴക്കം ചെല്ലും തോറും വൈൻ്റെ ടേസ്റ്റ് കൂടും ചെയ്യും. ഒരു തുണിയിൽ നല്ലൊരു തോർത്തുണ്ടാക്കിയിട്ടായാലും ചെയ്യാം. ഇപ്പം ഞാൻ നല്ല അരിപ്പിൻ്റെ എടുത്തുള്ളത് നല്ല സ്വാദിഷ്ടമായ ഇതിൽ പൈനാപ്പിളൊക്കെ അധികം കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കെട്ടി വയ്ക്കാം. ഇതുപോലെ ബരണിയിലത്തെ എല്ലാതും ഇങ്ങനെ അരിച്ചെടുക്കണം. ഈ പൈനാപ്പിളിൻ്റെ മിക്സി അടിച്ച് ചേർത്ത കാരണം എല്ലാം പെട്ടെന്ന് തന്നെ ഇത് വൈനായി കിട്ടും. നല്ല കഷ്ണങ്ങളെല്ലാം ഇട്ട കഷ്ണങ്ങൾ ഇട്ടിട്ട് നമുക്ക് വൈൻ കെട്ടാം. ഇതിപ്പോൾ നമ്മൾ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടാണ് വൈൻ കെട്ടിയുള്ളത്. ബരണിയിലത്തെല്ലാം നമ്മൾ ഒഴിച്ച് കണ്ടില്ല, ബരണി കാലിയായിട്ട് ഇതെല്ലാതും ഇനി നമുക്ക് എല്ലാതും ഇങ്ങനെ എല്ലാം ഒറ്റ ഊർന്ന് വീഴുന്ന വരെ നമ്മളിങ്ങനെ അരിക്കണം. എന്നിട്ട് ഇത് നമുക്ക് ഇതുപോലെ തന്നെ കെട്ടി വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് ഊർന്ന് ഒരു 2 ആഴ്ച കഴിക്കുമ്പോൾ ഇത് നല്ല ക്ലിയർ വൈനായിട്ട് കിട്ടും. അപ്പം നമുക്കത് എടുത്ത് ഉപയോഗിക്കാം. ഇത് അങ്ങനെ അടച്ചു വയ്ക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.